മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കാഡമിക് റൈറ്റിങ്ങിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഓഫ് റൈറ്റിംഗ് ആണ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ റെറ്റോറിക്കൽ വേർഡ്സ് ആൻഡ് ദർ കീ ഫങ്ഷൻസ് പഠിച്ചിരുന്നു. വാട്ട് ഈസ് റെറ്റോറിക്? എന്താണ് റെറ്റോറിക് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ ടേം റെറ്റോറിക് ആൻഡ് റെറ്റോറിക്കൽ റെഫേഴ്സ് ടു ദ വേസ് വി അഡോപ്റ്റ് ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി. റെറ്റോറിക് ആൻഡ് റെറ്റോറിക്കൽ എന്നീ ടേമുകൾ സൂചിപ്പിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഏതൊക്കെയായിരുന്നു റെറ്റോറിക്കൽ വേർഡ്സ്? നെറേഷൻ, ഡിസ്ക്രിപ്ഷൻ, ഇല്ലുസ്ട്രേഷൻ, ഡിവിഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ, പ്രോസസ് അനാലിസിസ്, കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്, കോസ് ആൻഡ് എഫക്റ്റ്, ഡെഫിനിഷൻ, ആർഗ്യുമെൻറ്റേഷൻ ആൻഡ് പെർസുവേഷൻ എന്നീ 9 കാര്യങ്ങൾ. ഈ 9 കാര്യങ്ങളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററാണ് എലമെൻറ്റ്സ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. The strategies for developing the content will depend on the essay type and the rhetorical style suitable for it. നമ്മൾ എഴുതുന്ന essay ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് സൂയിറ്റബിൾ ആയിട്ടുള്ള റെറ്റോറിക്കൽ സ്റ്റൈൽ യൂസ് ചെയ്യാറുള്ളത്. എലമെൻറ്റ്സ് ഓഫ് റൈറ്റിംഗ് എന്ന ഈ ഒരു ചാപ്റ്ററിൽ സാധാരണ ചോദിച്ചു വരാറുള്ളത് ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നെറേറ്റീവ് സ്റ്റൈലിൽ എഴുതുക, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റൈലിൽ എഴുതുക എന്നിങ്ങനെ രീതിയിൽ. എന്നാൽ തിയററ്റിക്കലായിട്ടും ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള നെറേഷൻ നമുക്ക് നോക്കാം. എ നെറേറ്റീവ് ഈസ് എ റെറ്റോറിക്കൽ മോഡ് സൂയിറ്റബിൾ ഫോർ റിലേറ്റിംഗ് എ സീക്വൻസ് ഓഫ് ഈവൻസ് ഓർ തോട്ട്സ്. ഒരു സീക്വൻസ് ഓഫ് ഈവൻസ് ഓർ തോട്ട്സിന് റിലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു റെറ്റോറിക്കൽ മോഡാണ് നെറേറ്റീവ്. നെറേറ്റീവ് ക്യാൻ ബി ഫിക്ഷണൽ ഓർ നോൺ ഫിക്ഷണൽ. നമ്മുടെ ചെറുപ്പത്തിലേക്ക് നമ്മുടെ ഉമ്മമാർ അനിമൽ ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറീസൊക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. റുഡ്യാർഡ് കിപ്ലിങ്സിൻ്റെ ജംഗിൾ ബുക്ക് എന്ന സ്റ്റോറിയിലെ ഹ്യൂമൻ ക്യാരക്ടറും സെൻട്രൽ ക്യാരക്ടറുമായിട്ടുള്ള മൗഗ്ലിയും അനിമൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ കാണിക്കുന്ന സ്റ്റോറിയൊക്കെ നമ്മൾ കേട്ടതാണ്. അതുപോലെ തന്നെ മനുഷ്യരും മൃഗങ്ങളും പരസ്പരം സഹായിക്കുന്ന പല ഇൻസിഡൻസും നമ്മൾ ന്യൂസ് പേപ്പറുകളിലും വായിച്ചിട്ടുണ്ട്. ഇവ രണ്ടും ടോപ്പിക് സെയിം ആണ്. അനിമൽ ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചാണ് പറയുന്നത്. എന്നാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ മൗഗ്ലിയുടെ സ്റ്റോറി അതെന്താണ്? അത് ഫിക്ഷണലാണ്, ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണ്. എന്നാൽ നമ്മൾ ന്യൂസ് പേപ്പറിൽ വായിച്ചിട്ടുള്ളൊരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് ഫാക്ച്വലാണ്, റിയൽ ആണ്. ഓൾ കൈൻഡ് ഓഫ് റൈറ്റിംഗ് ദാറ്റ് ടെൽ എ സ്റ്റോറി ക്യാൻ ബി കൺസിഡേർഡ് എ നെറേറ്റീവ്. ഒരു കഥ പറയുന്ന എല്ലാത്തരം എഴുത്തുകളെയും നമുക്ക് നെറേറ്റീവ് എന്ന് കൺസിഡർ ചെയ്യാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫിക്ഷണൽ നെറേറ്റീവ്സിൻ്റെയും നോൺ ഫിക്ഷണൽ നെറേറ്റീവ്സിൻ്റെയും എക്സാമ്പിൾസ് ആണ്. നെറേറ്റീവ് ക്യാൻ ബി ഫിക്ഷണൽ ഓർ നോൺ ഫിക്ഷണൽ. ഫിക്ഷണൽ നെറേറ്റീവ് എന്ന് പറഞ്ഞാൽ നോട്ട് റിയലി, അത് ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഷോർട്ട് സ്റ്റോറി, നോവല്ല, നോവൽ, ഫോക്ലോർ ദാറ്റ് മീൻസ് നാടോടി കഥ, ഒറൈറ്റർ. നോവല്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബിഗർ ദാൻ ഷോർട്ട് സ്റ്റോറി ആൻഡ് സ്മാളർ ദാൻ എ നോവൽ. നെക്സ്റ്റ് നോക്കൂ, നോൺ ഫിക്ഷണൽ. നോൺ ഫിക്ഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്ച്വൽ, റിയൽ ആണത്. ഫോർ എക്സാമ്പിൾ ഓട്ടോബയോഗ്രഫി, ബയോഗ്രഫി, ന്യൂസ് റിപ്പോർട്ട്, ന്യൂസ് പേപ്പർ എസ്സേ, ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട്സ്, റീകൗണ്ട് ഓഫ് ഇൻസിഡൻസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ നെറേറ്റീവ് റൈറ്റിംഗ്. ഒരു 6 കാര്യങ്ങളുണ്ട്. പ്ലോട്ട്, സെറ്റിംഗ്, ക്യാരക്ടേഴ്സ്, കോൺഫ്ലിക്റ്റ്, റെസൊല്യൂഷൻ ആൻഡ് പോയിന്റ് ഓഫ് വ്യൂ. പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ദ ഈവൻറ്റ്സ് ദാറ്റ് മേക്ക് അപ്പ് ദ നെറേറ്റീവ് യൂഷ്വലി ടോൾഡ് ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ. അതായത് നമ്മൾ എഴുതാൻ പോകുന്നത് ഒരു കഥ. ആ ഒരു കഥ എന്ന് പറയുന്നത് എന്താണ്? നെറേറ്റീവ് റൈറ്റിംഗ് ആണ്. ഇത് നമ്മളൊരു സീക്വൻഷ്യൽ ഓർഡർ ആയിട്ട് പറയുന്നു. സെക്കൻഡ് വൺ, സെറ്റിംഗ്, ദ ലൊക്കേഷൻ ആൻഡ് ദ ടൈം ഓഫ് ദി ഈവൻറ്റ്സ്. ലൊക്കേഷൻ ആൻഡ് ടൈം, നമ്മൾ എഴുതാൻ പോകുന്ന സ്റ്റോറി നടക്കുന്ന ലൊക്കേഷനും ടൈമും. ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ പീപ്പിൾ ഇൻ ദ നെറേറ്റീവ്, നമ്മൾ എഴുതാൻ പോകുന്ന സ്റ്റോറിയിലെ നെറേറ്റീവിലെ പീപ്പിൾ. ദ സെൻട്രൽ ക്യാരക്ടർ ഇസ് ദ പ്രോട്ടഗോണിസ്റ്റ്, അതിലെ മെയിൻ കഥാപാത്രമായിട്ട് വരുന്നത് പ്രോട്ടഗോണിസ്റ്റ്. ക്യാരക്ടർ എഗെയിൻസ്റ്റ് ദ പ്രോട്ടഗോണിസ്റ്റ് ഇസ് ദ ആൻറ്റഗോണിസ്റ്റ്. നമ്മുടെ പ്രോട്ടഗോണിസ്റ്റിന് എതിരായിട്ട് വരുന്ന കഥാപാത്രമാണ് ആൻറ്റഗോണിസ്റ്റ്, അതായത് വില്ലൻ കഥാപാത്രം. കോൺഫ്ലിക്റ്റ്, എ പ്രോബ്ലം കോസ്ഡ് ബൈ ദ എക്സിസ്റ്റൻസ് ഓഫ് ഒപ്പോസിംഗ് ഫോഴ്സസ്. നമ്മൾ പറഞ്ഞു ഒരു കഥ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ആ ഒരു നല്ല രീതിയിൽ പോകുന്നതിന് പ്രശ്നമുണ്ടാക്കാനായിട്ട് വരാനുള്ളത് ആരായിരിക്കും? തീർച്ചയായിട്ടും പ്രോട്ടഗോണിസ്റ്റിന് എതിരായിട്ട് നിൽക്കുന്ന ആൻറ്റഗോണിസ്റ്റാണ്. അതായത് ആ ഒരു പ്രോബ്ലമാണ്. ദെൻ റീസൊല്യൂഷൻ, ക്ലൈമാക്സ് ഓഫ് എ സ്റ്റോറിയാണ് റീസൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു കോൺഫ്ലിക്റ്റിനെ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുന്നു. ക്ലൈമാക്സ് ഓഫ് എ സ്റ്റോറി ദാറ്റ് മേ ഷോ റിസോൾവിങ് ഓഫ് ദി കോൺഫ്ലിക്റ്റ്. ആൻഡ് പോയിന്റ് ഓഫ് വ്യൂ,
പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഒരു പെർസ്പെക്റ്റീവ്, കഥ പറയാൻ സ്വീകരിച്ച ഒരു പെർസ്പെക്റ്റീവ് ആണ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നെറേറ്റീവ് റൈറ്റിങ്ങിലുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗൈഡ് ലൈൻസ് ആണ്. ഒരു നെറേറ്റീവ് എസ്സേയിലെ ഗൈഡ് ലൈൻസ് ആണ് ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. It may deal with the writer's personal experience, write using I. എഴുതുന്ന ആളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് എഴുതുന്നതെങ്കിൽ അവിടെ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആയിട്ടുള്ള ഐ യൂസ് ചെയ്തുകൊണ്ട് എഴുതണം. എ നെറേറ്റീവ് എസ്സേ ഓൾസോ റിവോൾവ്സ് റൗണ്ട് എ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ഐഡിയ ഓഫ് ദി എസ്സേ നമ്മൾ പഠിച്ചിരുന്നു. അതായത് നമ്മുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ തന്നെ ആ ഒരു കഥ നടക്കുന്ന സെറ്റിങ്സും പ്രോട്ടഗോണിസ്റ്റിനെ കുറിച്ചൊക്കെ പറയണം. The body paragraph are to be arranged with a sense of time. ബോഡി പാരഗ്രാഫ് ഒരു സെൻസ് ഓഫ് ടൈമിൽ അറേഞ്ച് ചെയ്തിരിക്കണം. ദ മെസ്സേജ് ഷുഡ് ബി ക്ലിയർ ഇൻ ദ ഫൈനൽ പാരഗ്രാഫ്. ഫൈനൽ പാരഗ്രാഫിൽ ആ ഒരു മെസ്സേജ് ക്ലിയർ ആയിരിക്കണം. മെയിൻറ്റെയിൻ ക്യൂരിയോസിറ്റി ഇൻ ദ റീഡർ. വായനക്കാരനിലെ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തണം. കോൺവെർസേഷണൽ എക്സ്പ്രഷൻ ക്യാൻ ബി യൂസ്ഡ്. കോൺവെർസേഷണൽ എക്സ്പ്രഷനൊക്കെ യൂസ് ചെയ്ത് കൊണ്ടായിരിക്കണം. Conflict and problem are to create suspense and to lead to a climax. ആ ഒരു പ്രശ്നം, കഥയിൽ നടക്കുന്ന ഒരു പ്രശ്നം ഒരു സസ്പെൻസിലേക്ക് ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനെ ക്ലൈമാക്സിലേക്ക് നയിക്കുകയും വേണം. അപ്പോൾ ഇതാണ് ഗൈഡ് ലൈൻസ്, നെറേറ്റീവ് എസ്സേയിലെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിസ്ക്രിപ്ഷൻ. ഡിസ്ക്രിപ്ഷൻ അതായത് ടു ഡിസ്ക്രൈബ്. Ability to describe things, people or events is an important skill in communication. It is an important skill in communication. Description involves presenting information in a manner appealing to the senses, sight, sound, smell, taste and touch, and creating an impression in the reader or listener. അതായത് ഒരു കാര്യത്തെക്കുറിച്ച് ഇൻഫോർമേഷൻ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് 5 സെൻസസ് ആയിട്ടുള്ള സൈറ്റ്, സൗണ്ട്, സ്മെൽ, ടേസ്റ്റ് ആൻഡ് ടച്ചിനെ അപ്പീൽ ചെയ്യുന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ആൻഡ് ലിസണർ ഓർ റീഡറിൽ ഒരു ഇംപ്രഷൻ, ഒരു നല്ലൊരു പിക്ചർ ക്രിയേറ്റ് ചെയ്തിരിക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 2 ടൈപ്സ് ഓഫ് ഡിസ്ക്രിപ്ഷൻ ആണ്. ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ. ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റർ ഡു നോട്ട് മെൻഷൻ ഹൗ ഇൻട്രസ്റ്റിംഗ് ദെയർ ഒബ്സർവേഷൻ വർ. റൈറ്ററിൻ്റെ ഒബ്സർവേഷനുള്ള ഇൻട്രസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതായത് റൈറ്ററിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള മെറിറ്റ്സോ ഡിമെറിറ്റ്സോ കൂടാതെ നൽകിയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ ഒരു എക്സാക്റ്റ് പിക്ചറാണ് ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്നതുകൊണ്ട് എയിം ചെയ്യുന്നത്, ലക്ഷ്യമിടുന്നത്. സെക്കൻഡ് വൺ, സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ. In subjective description, you are giving your personal impression on the subject you are describing. അതായത് സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ പേഴ്സണൽ ഇംപ്രഷനാണ് എഴുതേണ്ടത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കൊരു എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്, നോക്കാം. നിങ്ങളുടെ ബർത്ത് പ്ലേസിനെ കുറിച്ച് നിങ്ങളോട് എഴുതാൻ ആവശ്യപ്പെടുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ പല വിധത്തിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും നിങ്ങൾക്കതിൽ കൊണ്ടുവരാം. എന്നാൽ നിങ്ങളുടെ സുഹൃത്തിനോട് നിങ്ങളുടെ ബർത്ത് പ്ലേസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ കുട്ടിയുടെ മൈൻഡിലുള്ള നിങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടായിരിക്കാം. ഇഫ് യു വാണ്ട് ടു ഇൻഫോം യുവർ ഓഡിയൻസ്, റൈറ്റ് ഒബ്ജക്റ്റീവ്ലി. ഇഫ് യു വാണ്ട് ടു എവോക്ക് ഇമോഷൻസ്, യൂസ് സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ. നിങ്ങളുടെ ഓഡിയൻസിന് നിങ്ങൾക്കൊരു കാര്യം അറിയിക്കാനാണെങ്കിൽ നിങ്ങളത് ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷനിലായിട്ട് എഴുതുക. അതല്ല ഇമോഷൻസ് ഇവോക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്കവിടെ സബ്ജക്റ്റീവായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ്, ഫ്യൂച്ചേഴ്സ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്. ഡിപ്പെൻഡിങ് ഓൺ യുവർ അസൈൻമെൻറ്റ് യു മേ റൈറ്റ് എ ഫുൾ ലെങ്ത് ഡിസ്ക്രിപ്റ്റീവ് എസ്സേ. നിങ്ങളുടെ അസൈൻമെൻറ്റിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്. എ thesis statement in a descriptive writing can be explicit or implied. അതായത് ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് എസ്സേയിൽ വരുന്ന തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകിൽ എക്സ്പ്ലിസിറ്റ് ആയിരിക്കും ഓർ സജസ്റ്റീവ്, അതായത് ഇംപ്ലൈഡ് ആയിരിക്കും, അതായത് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ആയിരിക്കും. അറേഞ്ച് ദ ഡിസ്ക്രിപ്ഷൻ ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ. നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനെ നിങ്ങളൊരു ക്രൊണോളജിക്കൽ ഓർഡർ ആയിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. യു ക്യാൻ ഓൾസോ ഓർഡർ തിങ്സ് അക്കോർഡിംഗ് ടു ദെയർ ഇമ്പോർട്ടൻസ്. അവിടെ ഇമ്പോർട്ടൻ്റ് അനുസരിച്ച് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്നിങ്ങനെ രീതിയിലും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. It is also possible to arrange things as they appeal to our separate sense. ഡിഫറെൻറ്റ് സെൻസ് അപ്പീൽ ചെയ്യുന്ന രീതിയിൽ അതിനെ നമുക്ക് മനസ്സിലാക്കിയിട്ട് ആ ഒരു ക്രമത്തിലും നിങ്ങൾക്കതിനെ അറേഞ്ച് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാം. യൂസ് സെൻസറി ഡീറ്റെയിൽ, സൈറ്റ്, സൗണ്ട്, സ്മെൽ, ടേസ്റ്റ് ആൻഡ് ടച്ച്. അതായത് യൂസ് സെൻസറി ഡീറ്റെയിൽ. യൂസ് ആക്റ്റീവ് വെർബ് ഫോർ ബെറ്റർ ഇംപ്രഷൻ.
നല്ലൊരു ഇംപ്രഷന് വേണ്ടിയിട്ട് നമുക്കൊരു ആക്റ്റീവ് വേർബ്സ് യൂസ് ചെയ്യാം. യൂസ് ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഓൺലി ഇഫ് യു ആർ പെർമിറ്റഡ് ടു ബി സബ്ജക്റ്റീവ്. നമ്മുടെ എഴുത്ത് സബ്ജക്റ്റീവ് ആണെങ്കിൽ മാത്രം നമുക്കവിടെ ഫിഗറേറ്റീവ് ലാംഗ്വേജ് നമുക്കവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫ്യൂച്ചേഴ്സ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇല്ലസ്ട്രേഷൻ. Illustration is a rhetorical mode aimed at explaining something with examples. Illustration എന്ന് പറഞ്ഞാൽ ഒരു റെറ്റോറിക്കൽ മോഡാണ്. അത് എക്സാമ്പിൾസോട് കൂടിയിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു. അതായത് നമ്മുടെ എസ്സേയിൽ നമ്മൾ പൊതുവായി പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സാമ്പിൾസോട് കൂടിയിട്ടൊന്ന് ക്ലാരിഫൈ വരുത്തുന്നു എന്ന് മാത്രം. നമുക്ക് എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ സിറ്റി അഭിമുഖീകരിക്കുന്ന മാലിന്യ നിർമ്മാർജ്ജനത്തെ പറ്റിയാണ് നിങ്ങൾക്ക് എസ്സേ എഴുതാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ എസ്സേയുടെ കൂടെ ചേർക്കാം. അതല്ല നിങ്ങളോട് ഡെമോഗ്രഫിയെ കുറിച്ചാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ, ജനസംഖ്യയെ പറ്റിയാണെങ്കിൽ യു ക്യാൻ യൂസ് ചാർട്ട്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ടു മേക്ക് യുവർ ഐഡിയ ക്ലിയർ. നിങ്ങളുടെ ഐഡിയ ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയും ചാർട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഇല്ലസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്പ്ലൈനിങ് വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്യൂച്ചേഴ്സ് ഓഫ് ഇല്ലസ്ട്രേറ്റീവ് റൈറ്റിംഗ്. ഇല്ലസ്ട്രേറ്റീവ് റൈറ്റിങ്ങിൻ്റെ സവിശേഷതകൾ. An idea is presented and then it is supported with examples. നമ്മൾ പറഞ്ഞിരുന്നു ഇല്ലസ്ട്രേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ എക്സാമ്പിൾസോട് കൂടിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ന്. നമുക്കവിടെ നമ്മുടെ ഐഡിയ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നോ ഒന്നിൽ കൂടുതലോ എക്സാമ്പിൾസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഐഡിയയെ നമുക്ക് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾസ് സെർവ് ആസ് എവിഡൻസ് ഓഫ് യുവർ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു പ്രൂഫായിട്ട്, ഒരു എവിഡൻസ് ആയിട്ടാണ് നിങ്ങളുടെ എക്സാമ്പിൾസ്. ഓഡിയൻസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് വൈൽ സെലക്ടിങ് എക്സാമ്പിൾസ്. നിങ്ങൾ എക്സാമ്പിൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഓഡിയൻസിനെ കൺസിഡർ ചെയ്യണം. യൂസ് ഇനഫ് എക്സാമ്പിൾസ്. പിക്ചർ, ഗ്രാഫ്സ്, ചാർട്ട് ആൻഡ് എക്സെട്ര ക്യാൻ ബി യൂസ്ഡ്. നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം. ആവശ്യത്തിന് ഉദാഹരണങ്ങൾ മാത്രം കൊടുക്കുക. അറേഞ്ച് ദ എക്സാമ്പിൾസ് ഇൻ ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ്. ഉദാഹരണങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻസിനനുസരിച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്യുക. അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്നിങ്ങനെ രീതിയിൽ. ദെൻ യൂസ് ട്രാൻസിഷൻ ഫ്രേസസ് ലൈക്ക് ഫോർ ഇൻസ്റ്റൻസ്, ഫോർ എക്സാമ്പിൾ, വൺ എക്സാമ്പിൾ, അനദർ എക്സാമ്പിൾ ആൻഡ് എക്സെട്ര എന്നിങ്ങനെ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഫ്യൂച്ചേഴ്സ് ഓഫ് ഇല്ലസ്ട്രേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ 3 ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നരേഷൻ ഓർ നെറേറ്റീവ്, ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഇല്ലസ്ട്രേഷൻ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ആർഗ്യുമെൻറ്റേഷൻ. Argumentative writing is also called persuasive writing. One of the main objectives of argumentative writing is to persuade the reader to think the way the writer thinks. എഴുതുന്ന ആൾ ചിന്തിക്കുന്ന അതേ വഴിയിലൂടെ തന്നെ വായനക്കാരനെയും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുക എന്നതാണ് ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിങ്ങിലെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേയിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് ആൻഡ് നിങ്ങളുടെ വ്യൂസ് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കണം. അതിനായി തന്നെ വളരെ ലോജിക്കൽ ആൻഡ് ക്ലിയറോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ പറയേണ്ടത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. 2 വ്യത്യസ്ത പൊളിറ്റിക്കൽ പാർട്ടിയിലെ ലീഡേഴ്സ് തമ്മിലൊരു ഡിസഗ്രിമെൻറ്റ്. നിങ്ങളതിലൊരാളെ സപ്പോർട്ട് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണെന്ന് പറയാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞതൊരു ശരിയായ കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒരു അഭിപ്രായം മാത്രമായി ഇവിടെ നിലകൊള്ളുന്നു. An opinion with a valid reason or logic behind it can be considered an argument. ഒരു അഭിപ്രായത്തെ ശരിയായ കാരണങ്ങൾ കൊണ്ടോ ലോജിക്ക് കൊണ്ടോ കൺസിഡർ ചെയ്യുമ്പോഴാണ് അതൊരു ആർഗ്യുമെൻ്റായി മാറുന്നത്. The purpose of an argument is to convince your listener or reader. An argument is debatable statement. ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? It is a debatable. This statement are classified into 2. Premises and conclusions. എല്ലാ ആർഗ്യുമെൻറ്റിലും കുറഞ്ഞത് ഒരു പ്രീമിസും ഒരു കൺക്ലൂഷനും ഉണ്ടായിരിക്കുന്നതാണ്. കൺക്ലൂഷനിലേക്ക് ലീഡ് ചെയ്യുന്നൊരു പ്രസ്താവനയാണ് പ്രെമിസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആർഗ്യുമെൻറ്റേഷൻ. ദെൻ ആർഗ്യുമെൻറ്റേഷൻ്റെ വേർഡ് മീനിങ് പ്രേരിപ്പിക്കുക. ആൻഡ് മറക്കരുത്, ഇറ്റ് ഈസ് എ ഡിബേറ്റബിൾ ടു കൺവിൻസ് യുവർ ലിസണർ ഓർ റീഡർ. ഓക്കെ, നെക്സ്റ്റ് ഫ്യൂച്ചേഴ്സ് ഓഫ് ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ
ടി വി ഷോ കാണാറുണ്ട്. ആ ടി വി ഷോയിൽ ചില സമയങ്ങളിൽ ഡിബേറ്റ് ഒക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ. ആ ഡിബേറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഒരു വ്യക്തി തൻ്റെ ആർഗ്യുമെൻറ്റിൽ ഉറച്ചു നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. അത് തന്നെയാണ് ഇതിലെ ഫസ്റ്റ് പോയിന്റ്. ദ ഓതർ ടേക്സ് എ പൊസിഷൻ ഓർ സ്റ്റാൻഡ് പോയിന്റ് ഇൻ ആൻ ആർഗ്യുമെൻറ്റ്. എഴുത്തുകാരൻ തൻ്റെ ആർഗ്യുമെൻറ്റിൽ ഒരു പൊസിഷൻ, ഒരു സ്റ്റാൻഡ് പോയിന്റ് എടുക്കുന്നു. ദ തീസിസ് ഈസ് ആൻ ആർഗ്യുമെൻറ്റ്. അദ്ദേഹം എടുക്കുന്ന ഒരു ആർഗ്യുമെൻ്റാണ് തീസിസ് എന്ന് പറയുന്നത്. ദ ഓതേഴ്സ് ക്ലെയിം ഈസ് ഓൺലി വൺ സൈഡ്. ഓതറിൻ്റെ അവകാശം എന്ന് പറയുന്നത് ഒരു സൈഡാണ്. അനദർ പേഴ്സൺ മേ ടേക്ക് ദ ഓപ്പോസിറ്റ് സൈഡ്. ഡിബേറ്റ് ആകുമ്പോൾ രണ്ട് സൈഡിൽ ആളുകൾ ഉണ്ടാകുമ്പോൾ മാത്രമേ അതൊരു ഡിബേറ്റ് ആവുകയുള്ളൂ അല്ലേ. അപ്പോൾ വേറൊരാൾ അതിൻ്റെ എതിർഭാഗം വാദിച്ചേക്കാം. The aim of an argument is to make the reader accept the author's point of view. ആർഗ്യുമെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത് വായനക്കാരെ തൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. The author has to explain why he thinks he is right. ഓതർ എന്തുകൊണ്ടാണ് തൻ്റെ നിലപാട് ശരിയാണ് എന്ന് പറയുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. Reasons of the argument should have evidence. നിലപാടുകൾ ന്യായീകരിക്കാൻ പറയുന്ന കാര്യങ്ങൾക്ക് തക്കതായിട്ടുള്ള എവിഡൻസ് കൊടുക്കണം. ദ ഓതർ ഹാസ് ടു തിങ്ക് ഓഫ് ദി പോസിബിൾ കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ഡിഫെൻഡ് ഹിസ് പൊസിഷൻ. തൻ്റെ നിലപാടുകൾക്കെതിരായിട്ട് വരാൻ സാധ്യതയുള്ള, അതായത് അനദർ പേഴ്സൺ മേ ടേക്ക് ദ ഓപ്പോസിറ്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡിലുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും വരാൻ സാധ്യതയുള്ള ആർഗ്യുമെൻറ്റിന്, വാദമുഖങ്ങൾക്ക് മറുപടി കൊടുക്കണം. അപ്പോൾ ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് ഫ്യൂച്ചേഴ്സ് ഓഫ് ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിങ്ങിലുള്ളത്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്. കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ സിമിലാരിറ്റീസ്, സാമ്യതകളാണ്. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസസ്, വ്യത്യാസങ്ങൾ. എ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എസ്സേ മേ എക്സാമിൻ ടു സബ്ജക്റ്റ്, ഏതൊരു കമ്പാരിസൺ ദം, കോൺട്രാസ്റ്റിംഗ് ദം ഓർ ബോത്ത്. നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് രണ്ട് സബ്ജക്റ്റ് നൽകിയിട്ട് അവ രണ്ടും കമ്പയർ ചെയ്യാൻ ആവശ്യപ്പെട്ടേക്കാം. അതല്ലെങ്കിൽ അവ രണ്ടും കോൺട്രാസ്റ്റിങ്ങിനായിരിക്കാം ആവശ്യപ്പെടുന്നത്. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സിമിലാരിറ്റീസും ഡിഫറൻസസിനും ആവശ്യപ്പെട്ടേക്കാം. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് ഈസ് ടു അനലൈസ് ദ സബ്ജക്റ്റ്. ഒരു സബ്ജക്റ്റിനെ അനലൈസ് ചെയ്യുക എന്നതാണ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ് ഓർ കോൺട്രാസ്റ്റീവ് അനലൈസിസ് ക്യാൻ ബി ഡൺ ടു ഡിഫറെൻറ്റ് വേസ്. നമുക്ക് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റിനെ അനലൈസ് ചെയ്യാവുന്നതാണ്. ആ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വേസാണ് ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടൈപ്പിൽ 4 സെക്ഷൻസ് ഉണ്ടാവും. ഇൻട്രൊഡക്ഷൻ, കമ്പാരിസൺ, കോൺട്രാസ്റ്റ് ആൻഡ് കൺക്ലൂഷൻ. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ടത് തീസിസ് സ്റ്റേറ്റ്മെൻറ്റും നമ്മളോട് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റിന് ആവശ്യപ്പെട്ടിട്ടുള്ള ഐറ്റംസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഡോഗ്സ് വിയസ് കാറ്റ്സ് ആണ് ആവശ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അവിടെ എങ്ങനെ എഴുതാം? ഡോഗ്സ് ആൻഡ് കാറ്റ്സ് ആർ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ്. ദർ ആർ മെനി സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദം ആൻഡ് അറ്റ് ദ സെയിം ടൈം ദർ ആർ മെനി ഡിസിമിലാരിറ്റീസ് ടു. ആൻഡ് സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് കമ്പാരിസൺ ആണ്. കമ്പയറിങ് ദ ടു തിങ്സ് ഷോവിങ് ദ സിമിലാരിറ്റീസ്. അതായത് ഫോർ എക്സാമ്പിൾ ഡോഗ് വിയസ് തമ്മിലുള്ള സിമിലാരിറ്റീസ് ആണ് നിങ്ങളവിടെ, സാമ്യതകളാണ് നിങ്ങളവിടെ കാണിക്കേണ്ടത്. നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ബോത്ത് animals are domesticated both are domestic animals, then both are pets. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ സിമിലാരിറ്റീസ് ആണ് എഴുതേണ്ടത്. തേർഡ് പാരഗ്രാഫ് കോൺട്രാസ്റ്റ് ആണ്. ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് ഇവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ്, വ്യത്യാസങ്ങളാണ്. ദെൻ കൺക്ലൂഷൻ പാരഗ്രാഫിൽ എന്നും പറയുന്ന പോലെ ഒരു ബ്രീഫ് സമ്മറി ആൻഡ് എ ഫൈനൽ ഒപ്പീനിയൻ ആണ് കൺക്ലൂഷൻ പാരഗ്രാഫിൽ. ഇതാണ് ദ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ദെൻ ദ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ. Include the thesis statement with a hint at the major item to be compared and contrast. thesis statementum നമ്മൾ താരതമ്യപ്പെടുത്തേണ്ട പ്രധാന കാര്യങ്ങളെ പറ്റി ഒരു ചെറിയൊരു സൂചനയുമാണ് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ കൊടുക്കേണ്ടത്. ആൻഡ് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് പാരഗ്രാഫ്, ഇവിടെ നമുക്ക് 3 പാരഗ്രാഫ്, അതായത് മോർ ബോഡി പാരഗ്രാഫ് മൈറ്റ് ബി നീഡഡ് ഡിപ്പെൻഡിങ് ഓൺ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. ഐറ്റംസ് കൂടിയാൽ നമുക്ക് കൂടുതൽ പാരഗ്രാഫ് ആവശ്യമുണ്ടാകും. അത് മാത്രമേ ഉള്ളൂ. ഓരോ ഐറ്റത്തിൻ്റെയും സമാനതകളും വ്യത്യാസങ്ങളും ഇതിൽ പറയണം. ആൻഡ് ഫൈനലി കൺക്ലൂഷൻ പാരഗ്രാഫ്, അതായത് എങ്ങനെയാണ്, അതൊരു ഫൈനൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് കൺക്ലൂഷൻ പാരഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റിലെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മളിവിടെ പറഞ്ഞു ഡോഗ് വിയസ് കാറ്റ്സിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പേജ് നമ്പർ 19 കുറച്ച്
സിഗ്നലിംഗ് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഫ്രേസസ് ആൻഡ് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഓൾസോ അനദർ ഡിഫറൻസ്, അനദർ സിമിലാരിറ്റി, ബി സിമിലർ, ബോത്ത്, ബട്ട്, ബൈ കമ്പാരിസൺ, വൺ ഡിഫറൻസ്, വൺ സിമിലാരിറ്റി, സിമിലർ ടു ബി ലൈക്ക്, ടു ബി ഡിഫറെൻറ്റ് ആൻഡ് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വേർഡ്സ് ഫ്രേസസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്കിയിട്ട് പോവുക. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് കോസ് ആൻഡ് എഫക്റ്റ്. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ കോളേജിലേക്ക് പോകുന്ന വഴി നിങ്ങളുടെ ബസ് മിസ്സാവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനായിട്ടുള്ള തക്കതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും തീർച്ചയായിട്ടും ഒരു ബസ് മിസ്സായതിനൊരു എഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കോളേജിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലെസൺ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നാണ്. ശരിയല്ലേ? അപ്പോൾ ഒരു കോസ് ആൻഡ് എഫക്റ്റ് നമുക്ക് എന്ത് പറയാം? ദിസ് എസ് എ ഡിമാൻഡ് ആൻഡ് എൻക്വയറി ഇൻ ടു ദ റീസൺസ് ഫോർ സംതിങ് ആൻഡ് ഇറ്റ് ഇസ് എഫക്റ്റ്. ഇത്തരം എസ്സേകൾ ഒരു കാര്യത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുകയും അതിൻ്റെ എഫക്റ്റ് ഫലങ്ങളെപ്പറ്റി പറയുകയും ചെയ്യുന്നു. നിങ്ങൾ സിമ്പിളായിട്ട് എന്ത് മനസ്സിലാക്കിയാൽ മതി? ടു എക്സ്പ്ലെയിൻ ദ റീസൺ ആൻഡ് എഫക്റ്റ്. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ഈസ് ഓൾസോ കോൾഡ് ക്വസ്റ്റൻ അനാലിസിസ്. എ കോസ് ആൻഡ് എഫക്റ്റ് എസ്സേ ഡീൽ വിത്ത് കോസസ്, എഫക്റ്റ് ഓർ ബോത്ത് ഓഫ് ആൻ ഇഷ്യൂ ഓർ ആൻ ഇവൻറ്റ്. അപ്പോൾ ഇതാണ് ഫ്യൂച്ചേഴ്സ് ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് എസ്സേയിൽ പെടുന്നത്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കുറച്ചൊരു ട്രാൻസിഷൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് നൽകിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? അക്കോർഡിംഗ്ലി, ആസ് എ റിസൾട്ട്, ബിക്കോസ്, കോൺസിക്വൻ്റ്ലി, ഇൻ ഓർഡർ ടു, സിൻസ്, യെറ്റ്, ദസ്, ദെർഫോർ, ഹെൻസ്, ഫോർ ദിസ് റീസൺ, ഡ്യൂ ടു എന്നീ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എ ഡെഫിനിഷൻ ഇസ് എ വേ ഓഫ് എക്സ്പ്ലെയിനിങ് എ വേർഡ് ഓർ ഫ്രേസ്. ഒരു വേർഡിനെയോ ഒരു ഫ്രേസിനെയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ദ വേർഡ് മേ റെഫർ ടു ആൻ ഒബ്ജക്റ്റ്, ആൻ ഐഡിയ, എ കൺസെപ്റ്റ്, എ ടൈപ്പ് ഓഫ് പേഴ്സൺ, എ പ്ലേസ്, അങ്ങനെ ഏതും ആകാം. ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഫോർ റൈറ്റിംഗ് ഡെഫിനിഷൻ. ഒരു റൈറ്റിംഗ് ഡെഫിനിഷൻ എഴുതുന്ന സമയത്ത് അതിലൊരു ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അണ്ടർസ്റ്റാൻഡ് ദ ഓഡിയൻസ്. ആൻഡ് ഒബ്ജക്റ്റീവ് ടോൺ ഈസ് ഓൾവേസ് ബെറ്റർ. ഡെഫിനിഷൻ എഴുതുന്ന സമയത്ത് എല്ലായ്പ്പോഴും നമ്മുടെ ഓഡിയൻസിനെ കൺസിഡർ ചെയ്യണം. കൂടാതെ ഒബ്ജക്റ്റീവ് ടൂണാണ് എപ്പോഴും നല്ലത്. ഒരു വാക്കോ ഒരു പ്രയോഗമോ വേറെ പലരും നിർവചിച്ചിട്ടുണ്ടാകാം. അങ്ങനെയാകുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ളവരുടെ നിർവചനമാണ്, ഡെഫിനിഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ആരുടേതാണ് എന്ന് പറഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ നിങ്ങളിപ്പോൾ ഒരു വാക്ക് നിങ്ങളൊരു ഡെഫിനിഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ആ വാക്കിൻ്റെ ഒരു ഗ്രൗണ്ട് ഇൻഫോർമേഷൻ നിങ്ങൾ നൽകിയിരിക്കണം. അതായത് ആ വാക്ക് പുതിയതാണോ അതോ ഇതാദ്യമായിട്ട് ആരാണ് യൂസ് ചെയ്തത് എന്നിങ്ങനെ രീതിയിലൊരു ഗ്രൗണ്ട് ഇൻഫർമേഷൻ നൽകുക. പിന്നെ നമ്മൾ സാധിക്കുന്ന സമയത്തിൽ ഒരു ഡിക്ഷണറി മീനിങ് ആണ് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഒരു വേർഡിൻ്റെ ഒരു ഉത്ഭവത്തെ പറ്റി അറിയാൻ ശ്രമിക്കണം. ആൻഡ് ഇല്ലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾസ് വെറെവർ പോസിബിൾ. പറ്റുന്നിടത്തൊക്കെ നമ്മളൊരു എക്സാമ്പിൾസ്, ഉദാഹരണങ്ങളൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് പ്രോസസ് അനാലിസിസ് ആണ്. A process analysis may be for explaining how something happens or works or how to do something. The former is called informational process analysis and the later directional process analysis. An informational process analysis is usually written in an objective state using third-person perspective. A directional process analysis communicates directly to the reader in the second person. പ്രോസസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഹൗ സംതിങ് ഹാപ്പൻഡ്, ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നതാണ്. ആദ്യത്തേതിന് നമുക്ക് ഇൻഫർമേഷണൽ പ്രോസസ് അനാലിസിസ് എന്നും രണ്ടാമത്തേതിന് നമുക്ക് ഡിറക്ഷണൽ പ്രോസസ് അനാലിസിസ് എന്നും പറയാം. ഇൻഫർമേഷണൽ പ്രോസസ് അനാലിസിസിൽ ഒബ്ജക്റ്റീവ് സ്റ്റൈലാണ്, തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവാണ് യൂസ് ചെയ്യാറുള്ളത്. ആൻഡ് ഡയറക്ഷണൽ പ്രോസസ് അനാലിസിസിൽ ആ നെയിമിൽ തന്നെ ഉണ്ടത് എന്താണ്? ഡയറക്റ്റാണ് ആൻഡ് സെക്കൻഡ് പേഴ്സൺ പെർസ്പെക്റ്റീവാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി കൊടുത്തിട്ടുള്ളത് ഡയറക്ഷൻ പ്രോസസ് അനാലിസിസ് ആൻഡ് ഇൻഫർമേഷണൽ പ്രോസസ് അനാലിസിസിനുള്ള എക്സാമ്പിൾസ് ആണ്. ഡയറക്ഷണൽ പ്രോസസ് അനാലിസിസിൽ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. യൂസ് മാനുവൽ ഫോർ ഗാഡ്ജറ്റ്, കുക്ക് ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്, ഹാൻഡ് ബുക്ക്, ഹൗ ടു റിപ്പയർ എ വാച്ച് ആൻഡ് ഹൗ ടു മേക്ക് എ ടീ എന്ന് കൊടുക്കാം. കഴിഞ്ഞ വർഷത്തെ എക്സാം പേപ്പറിലുണ്ടായിരുന്നു ഹൗ ടു മേക്ക് എ ടീ എന്നുള്ളത്. അതൊരു പ്രോസസ് അനാലിസിസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇൻഫർമേഷണൽ പ്രോസസ് അനാലിസിസിൽ നോക്കൂ, ഹൗ എയർപ്ലെയിൻസ് ഫ്ലൈ, ഹൗ സ്നേക്സ് റിപ്രൊഡ്യൂസ്,
ഹൗ എർത്തിക്വിക്ക് എഹ്പെൻസ് എന്നിങ്ങനെ കുറച്ച് ഒരു വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇൻഫോർമേഷൻ്റെ പ്രോസസ് അനാലിസിസിൽ ചോദിക്കാറുള്ളത്. ആൻഡ് പിന്നെ പറഞ്ഞത് ട്രാൻസിഷൻ ഫ്രേസസ് ഫോർ പ്രോസസ് അനാലിസിസ് ആണ്. ഏതൊക്കെയാണ്? അഡീഷണലി, ആഫ്റ്റർ ദിസ്, ആഫ്റ്റർ വേർഡ്സ്, അറ്റ് ദ സെയിം ടൈം, ബിഫോർ, ഫൈനലി, ദെൻ, അൾട്ടിമേറ്റ്ലി, വൈൽ ദാറ്റ് ഈസ് ഹാപ്പനിങ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, നെക്സ്റ്റ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഫൈനലി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ എന്നതിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. The general purpose of classification and division is to break both subject into smaller parts. വലിയ വലിയ സബ്ജക്റ്റുകളെ ചെറിയ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നൽകാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെൻസസ്. ആ ടെൻസസിനെ നമ്മൾ ആദ്യം 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പ്രസൻറ്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. അതിന് നമ്മൾ വീണ്ടും സബ് ടോപ്പിക്സ് ആയിട്ട് സ്മോൾ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. അതാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ എന്നത് കൂടെ ഉദ്ദേശിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. ഫിക്ഷൻ നമ്മൾ പഠിച്ചിരുന്നു. ഈ ഒരു ഫിക്ഷൻ ഏതൊക്കെയാണ്? അതിന് നമ്മൾ ഷോർട്ട് സ്റ്റോറി, നോവല്ല, ലോങ് സ്റ്റോറീസ്, നോവൽ എന്നിങ്ങനെ വീണ്ടും നമ്മൾ കാറ്റഗറി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ എന്ന് പറയുന്നത്. ഇൻ അക്കാഡമിക് റൈറ്റിംഗ്, എ ക്ലാസിഫിക്കേഷൻ ഓർ ഡിവിഷൻ എസ് എ അനാലിസിസ് പീപ്പിൾ, തിങ്സ്, കാറ്റഗറൈസിങ് ദം ഇൻ ടു ഗ്രൂപ്പ്സ് ആൻഡ് ക്ലാസ്സസ്. ദെൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ്റെ മെയിൻ എലമെൻറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. ദ ഐറ്റംസ് ടു ബി ക്ലാസിഫൈഡ് ഷുഡ് ഷെയർ സം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. ക്ലാസിഫൈ ചെയ്യാനുള്ള ഐറ്റംസിന് ഏതെങ്കിലും രീതിയിൽ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം. ഡിസൈഡ് ദ സ്കീം ഓഫ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേൻ്റെ ഒരു സ്കീം നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കണം. എക്സാമ്പിൾസ് ആൻഡ് എക്സ്പ്ലനേഷൻ ആർ ടു ബി ഗിവൺ ഫോർ ഈച്ച് കാറ്റഗറി. ഓരോ കാറ്റഗറിക്കും അതിൻ്റേതായ രീതിയിലുള്ള എക്സ്പ്ലനേഷൻ വിത്ത് എക്സാമ്പിൾസ് നൽകിയിരിക്കണം. മെൻഷൻ വാട്ട് യു ആർ പ്ലാനിങ് ടു ക്ലാസിഫൈ ഇൻ ടു ദ ഇൻട്രൊഡക്ഷൻ. ദിസ് വിൽ സെർവ് ആസ് എ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ആമുഖത്തിൽ തന്നെ എന്താണ് ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. ഇതൊരു തീസിസ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ആ ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് കൂടെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻസ് കാണും. അതിൽ ഓൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.